നമസ്കാരം. ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് കണ്ണീർ ചാലുകൾ നീന്തിക്കടന്ന് എല്ലാവരെയും രക്ഷിക്കാൻ വന്ന് തോറ്റുമടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് യുവരാജാവിൻ്റെയും പടയുടെയും പച്ചയായ കഥയാണ്. അതായത് ഒരു ഭാഗത്ത് അദ്ദേഹം നുണകളുടെ വലിയൊരു കോട്ട തീർത്ത് എങ്ങനെയെങ്കിലും അവരുടെ മുങ്ങിക്കപ്പലൊന്ന് കരക്കെടുപ്പിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, വേറൊരു ഭാഗത്ത് നമ്മുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ അവിടെയിരുന്ന് പുതിയ കുഴപ്പങ്ങൾക്ക് തിരികൊളുത്തി രസിക്കുകയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടേടോ. പാവം നമ്മുടെ യുവരാജാവ് ഊര് തെണ്ടി അവശനായി ഒരിടത്ത് ചെന്ന് കാല് നീട്ടാമെന്ന് വെക്കുമ്പോഴാണ് 16-ലെ കുഴിയും തോണ്ടി കോൺഗ്രസിന്റെ സ്വന്തം മന്ത്രിമാർ തന്നെ ഓരോരുത്തരായി പുറപ്പെട്ടു വരുന്നത്. അല്ലേലും നമ്മുടെ പപ്പുവിന്റെ കാര്യത്തിൽ ആർക്കും വലിയ ശ്രദ്ധയൊന്നുമില്ല. പുള്ളി ഇത്രയധികം കഷ്ടപ്പെട്ട് പോലീസിന്റെ ചവിട്ടും തൊഴിയുമൊക്കെ കൊള്ളുന്നത് ഈ നാട്ടിലെ പാർട്ടിക്കാർക്ക് വേണ്ടിയാണെന്ന ഒരു ചെറിയ ബോധമെങ്കിലും ഇവറ്റകൾക്കുണ്ടോ? കുഞ്ഞനിയത്തിയും ചേട്ടനും ജസ്റ്റ് മിസ്സിനാണ് ഡൽഹി പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അടികൊണ്ട് അവശരായി വിദേശത്തെവിടെയോ ആയുർവേദ ഉഴിച്ചിലിന് പോയെന്നാണ് അടക്കം പറച്ചിൽ. അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായി ഒന്ന് തെന്നിമാറി. ഞാൻ പറഞ്ഞു വന്നത്, പുള്ളി ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ പാർട്ടികൾക്കും അണികൾക്കും വേണ്ടിയല്ലേ? എന്നിട്ടാണ് ആ പ്രിയങ്ക ഖാർഗെ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നത്. ഇരട്ടത്താപ്പെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇത്രയും തരം താണ കളി കളിക്കാൻ ഇവർക്കേ പറ്റൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ, കർണാടകയിൽ പോലീസ് പരീക്ഷാ തട്ടിപ്പ് നടന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അല്ലേ? ഇതിൽ വഞ്ചിക്കപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷവും രാജി ആവശ്യപ്പെട്ട് തെരുവിലിങ്ങനെ കത്തി നിൽക്കുമ്പോൾ തികഞ്ഞ പുച്ഛത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് അവിടുത്തെ മന്ത്രിയും മല്ലികാർജുൻ ഖാർഗെയുടെ ഓമന പുത്രനുമായ പ്രിയങ്ക ഖാർഗെ അതിനോട് പ്രതികരിച്ചത്. താൻ പദവി ഒഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ വേണമെങ്കിൽ 25 ദിവസം തുടർച്ചയായി നിരാഹാരം കിടക്കാനും എന്നിട്ട് തെരുവിൽ പോലീസിന്റെ ക്രൂരമായ ലാത്തി ചാർജ് നേരിടാനും തയ്യാറാകണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ആ വെല്ലുവിളി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. നീതി തേടി അലയുന്ന പാവം യുവാക്കളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലുള്ള ഈ പ്രസ്താവന കർണാടകയിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വർഷങ്ങളോളം രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് മത്സര പരീക്ഷ എഴുതിയ ഒരു തലമുറയുടെ പ്രതീക്ഷകളെ ചവിട്ടി മെതിച്ച സർക്കാർ അതിനെ ചോദ്യം ചെയ്യുന്നവരെ ലാത്തി കൊണ്ട് നേരിടാമെന്നാണ് കരുതുന്നത്. ജനാധിപത്യ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ മന്ത്രി നടത്തുന്ന ഇത്തരം അഹങ്കാരം നിറഞ്ഞ വർത്തമാനങ്ങൾ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖമാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. പരീക്ഷാ അഴിമതിയിൽ നീതി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ പരസ്യമായി പരിഹസിക്കുന്ന ഈ സംസ്കാരം മാറേണ്ട സമയം ഇനിയെങ്കിലും ആയില്ലേ? അധികാരത്തിന്റെ ഗർവിൽ ആരെയും എക്കാലത്തും വില കുറച്ച് കാണാമെന്ന് കരുതുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കർണാടകയിലെമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദികളായവർ അധികാര കസേരകളിൽ സുഖസുഷുപ്തിയിലായിരിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന പാവം ജനങ്ങൾ തല്ലുകൊള്ളണമെന്ന അഹങ്കാരമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ മൗലികാവകാശങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള അധികാരത്തെയും ഇത്തരത്തിൽ പുച്ഛിച്ചു തള്ളുന്ന ഭരണാധികാരികൾക്ക് ഇവിടുത്തെ സമൂഹം തക്കതായ മറുപടി നൽകുന്ന കാലം വിദൂരമല്ല. യുവജനങ്ങളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇത്തരം രാഷ്ട്രീയ കളികൾക്കെതിരെ കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്ങളുടെ മക്കളുടെ അധ്വാനത്തെയും കണ്ണീരിനെയും കളിയാക്കുന്ന മന്ത്രിമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന് അങ്ങേയറ്റം അപലപനീയവും ലജ്ജാകരവുമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിൻ്റെയെല്ലാം മറുവശത്ത് നമ്മൾ കാണുന്നത് തികച്ചും മാതൃകാപരമായ മറ്റൊരു രാഷ്ട്രീയ ചിത്രമാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ പദവി രാജിവെച്ച സംഭവം ജനാധിപത്യ പക്വതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ അഴിമതിയുടെയോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയോ ഒരു ചെറിയ ആരോപണം പോലുമില്ലായിരുന്നു. എന്നിട്ടും സമൂഹത്തിൽ ഉയർന്നു വന്ന ചെറിയൊരു ആശങ്കയെ മാനിച്ചുകൊണ്ട് അധികാരത്തെക്കാൾ വലുത് ജനങ്ങളുടെ വിശ്വാസമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പടിയിറങ്ങുകയായിരുന്നു. അധികാരത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങാൻ നോക്കാതെ ജനവികാരത്തിന് എപ്പോഴും മുൻഗണന നൽകുന്ന ഇത്തരം സമീപനങ്ങൾ മോദി സർക്കാരിന്റെ മാത്രം പ്രത്യേകതയാണ്. കർഷകരുടെ ആശങ്കകൾ മാനിച്ച് തങ്ങൾ എടുത്ത നയങ്ങളിൽ പോലും മാറ്റം വരുത്താൻ മടിക്കാത്ത ഈ നേതൃത്വം ജനാധിപത്യത്തിന്റെ അന്തസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഇതിന് നേർ വിപരീതമായി അടിയന്തരാവസ്ഥയുടെയും ടിയാനൻമെൻ സ്ക്വയർ പോലുള്ള ചോരപ്പുഴകളുടെയും ചരിത്രമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം ധാർമ്മികതയൊക്കെ എവിടെന്ന് കിട്ടാനാണ്?
കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളുടെ ശബ്ദം ഏത് വിധേനയും അടിച്ചമർത്തിയതിന്റെ തെളിവുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്വന്തം പാർട്ടിക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എക്കാലത്തും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം വെറും നാടകങ്ങൾ കളിക്കുന്ന ഇവരുടെ കാപട്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയായിരിക്കണമെന്ന് കേന്ദ്ര ഭരണാധികാരികൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുമ്പോൾ, മറുവശത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അങ്ങേയറ്റമാണ് നാം കാണുന്നത്. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അവരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ പോലും തയ്യാറാകാത്ത ഈ കാപട്യത്തിനെതിരെയാണ് ഇന്ന് രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്. പദവികൾ ആർക്കും ഒന്നിനും ശാശ്വതമല്ലെന്ന് ഓരോ നേതാക്കന്മാരും നമ്മെ പഠിപ്പിച്ചതാണ്. അധികാരമല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ കർണാടകയിലെ ഈ മന്ത്രിയെ പോലെ പ്രതിഷേധിക്കുന്നവരെ ലാത്തിചാർജ് കൊണ്ട് നേരിടാൻ വെല്ലുവിളിക്കുന്ന അധപതിച്ച രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തിന് തന്നെ വലിയൊരു കളങ്കമാണ്. പാവം ഉദ്യോഗാർത്ഥികളുടെ കണ്ണീരിനെ പുച്ഛിച്ചു തള്ളുന്ന ഇത്തരം അഹങ്കാരികളായ ഭരണാധികാരികൾക്ക് ഈ രാജ്യത്തെ ജനം നൽകാൻ പോകുന്ന മറുപടി വളരെ വലുതായിരിക്കും. ജനങ്ങളുടെ രോഷാഗ്നിയിൽ ഈ അഹങ്കാരമെല്ലാം അധികം വൈകാതെ കരിഞ്ഞു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ചോദിക്കുന്നവന്റെ വായ അടപ്പിക്കാൻ നോക്കിയാൽ ഈ മണ്ണിൽ നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുമെന്നതിന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ ജനരോഷം നൽകുന്നത്. ഈ രാജ്യത്തെ യുവാക്കളെ വെല്ലുവിളിക്കുന്ന ആരും അധികാരത്തിൽ വാഴില്ലെന്ന് കാലം തെളിയിക്കും. ഒടുവിൽ സത്യവും നീതിയും മാത്രമായിരിക്കും ഈ മണ്ണിൽ വിജയിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അധികാരം കയ്യിലുണ്ടെന്ന് വെച്ച് ഏത് തോന്നിവാസവും കാട്ടാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ പ്രഹരമായിരിക്കും വരും കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ജനങ്ങളുടെ കണ്ണീർ ഒരിക്കലും വെറുതെയാവില്ലെന്നും അധികാരത്തിന്റെ ഗർവ് കാണിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ ജനം നൽകുമെന്നും ചരിത്രം പലതവണ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരം ജനവിരുദ്ധ ഭരണാധികാരികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഓരോ പൗരനും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. വഞ്ചനയും അഹങ്കാരവും മുഖമുദ്രയാക്കിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരെ യുവാക്കൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇനിയും ശക്തമാകും. തെരുവിൽ സമരം ചെയ്യുന്ന പാവം ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ ഗർവിൽ ആരെയും എക്കാലത്ത് അടിച്ചമർത്താമെന്ന് കരുതുന്നവർക്കുള്ള ചുട്ട മറുപടിയായിരിക്കും വരും ദിവസങ്ങളിൽ കർണാടക കണ്ടറിയാൻ പോകുന്നത്. ജനാധിപത്യത്തിന്റെ അന്തസ്സും പവിത്രതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ജനങ്ങൾ ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നതിൽ സംശയമില്ല. വരും നാളുകളിൽ യുവാക്കളുടെ ഈ മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. നീതിക്കായുള്ള ഈ പോരാട്ടം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും. അക്രമത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് ജനങ്ങൾ തക്കതായ മറുപടി ബാലറ്റ് പെട്ടിയിലൂടെ നൽകുക തന്നെ ചെയ്യും. നാടിന്റെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ നിയമ പോരാട്ടങ്ങളും പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങളും ഇനിയും ശക്തമായി തുടരും. അങ്ങനെയൊരു മുന്നേറ്റത്തിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ ഈ അഴിമതിക്കാരുടെ കൈയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ഇനിയും മൗനം പാലിക്കരുത്. ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരിക തന്നെ വേണം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സമകാലിക വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.